അതോടൊപ്പം ദേശീയ സിദ്ധ ദിനവുമായിട്ട് ആചരിക്കുന്ന ഇന്നത്തെ ഈ ദിവസം ജയന്തി ആഘോഷവും പാരമ്പര്യ നാട്ടുവൈദ്യ സെമിനാറിൻ്റെയും ഒക്കെ ഉദ്ഘാടനം നടക്കുന്ന ഈ വേദിയിൽ അധ്യക്ഷത വഹിക്കുന്ന ഡോക്ടർ ഡി സുരേഷ് കുമാർ, സിദ്ധാമർമ്മ റിസർച്ച് ഫൗണ്ടേഷന്റെ പ്രസിഡന്റ്, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ശിവഗിരി മഠത്തിന്റെ ട്രഷറർ ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ, ഡോക്ടർ രാധാകൃഷ്ണൻ അവർകൾ, ശ്രീ രാമചന്ദ്രൻ നായർ ആശാൻ, യോഗാചാര്യ രാജവൈദ്യൻ മോഹൻലാൽ അവർകൾ, ശ്രീ പ്രിൻസ് വൈദ്യൻ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള മാന്യരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഇത് അഗസ്ത്യ ജയന്തിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി തീർച്ചയായിട്ടും വളരെ പ്രസക്തിയുള്ള, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ പാരമ്പര്യ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള അറിവുകൾ, ആ അറിവുകൾ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നടക്കുന്ന ഈ പരിപാടി. സിദ്ധവൈദ്യം എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ തന്നെ ആദ്യത്തെ വൈദ്യവിജ്ഞാനം ആണെന്നാണ് കരുതപ്പെടുന്നത്. അത് ഭാരതത്തിലാണ് അത് ഉരുത്തിരിഞ്ഞു വന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയും പലപ്പോഴും നമ്മുടെ പൂർവികർ അത് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ അത് ഏറ്റവും പൂർണ്ണമായിട്ടുള്ള തലത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മുടെ പൂർവികർ അവലംബിച്ചിട്ടുള്ള ഒരു മാർഗം, ആ അവലംബിച്ചിട്ടുള്ള മാർഗം അത് കേവലം ഒരു ശാസ്ത്ര സത്യം എന്നുള്ളതിനപ്പുറത്ത് അതിന് നമ്മുടെ പാരമ്പര്യവുമായിട്ടും നമ്മുടെ ചരിത്രവുമായിട്ടും ഇതിഹാസങ്ങളുമായിട്ടും വിശ്വാസങ്ങളുമായിട്ടും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക. അങ്ങനെ പരമശിവൻ പത്നിയായ പാർവതി ദേവിക്ക് ഉപദേശിച്ചു കൊടുത്തു എന്നാണ് സിദ്ധ ചികിത്സാ രീതിയെ കുറിച്ച് കരുതപ്പെടുന്നത്. ഞാനിത് പറയാൻ കാരണം പരമശിവനിലും വിശ്വസിക്കുന്നില്ല, പാർവതിയിലും വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർ അത് ശാസ്ത്രം മാത്രമായിട്ട് കണ്ടാൽ അല്ലാത്ത ആളുകൾക്ക് അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇതിൽ കാണാം. അപ്പൊ അങ്ങനെ പാർവതി ദേവിയിൽ നിന്നും ആ വിദ്യ ഗ്രഹിച്ച സുബ്രഹ്മണ്യൻ അതെല്ലാം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭക്തനായിട്ടുള്ള അഗസ്ത്യ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു. അഗസ്ത്യ മഹർഷിയിൽ നിന്ന് മറ്റ് 17 പേർക്ക് ആ ചികിത്സാ വിധികൾ ലഭിച്ചു എന്നാണ് നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ കരുതിപ്പോയി. അതിന്റെ ശാസ്ത്രീയതയും സത്യവും ഒക്കെ അന്വേഷിച്ചു പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ഗുരുവായൂർ ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ നടക്കുന്ന ഒരു പതിവ് എത്രയോ കാലങ്ങളായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ. ഈ തവണ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു അന്ന് ഉദയാസ്തമന പൂജ വേണ്ട. തന്ത്രി അതിന് അനുവാദം കൊടുത്തു.
കോടതിയിൽ പറഞ്ഞ കാര്യം ഗുരുവായൂർ ദേവസ്വത്തിൽ അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശി ദിവസം, അതായത് ഗുരുവായൂർ ഏകാദശി ദിവസം, ഗീതാ ജയന്തി ദിവസമാണ് ഗുരുവായൂർ ഏകാദശി, ആ ദിവസം ഉദയാസ്തമന പൂജ നടക്കുക എന്നുള്ളത് ശങ്കരാചാര്യർ ചിട്ടപ്പെടുത്തിയ ഒരു ആരാധനാ രീതിയാണ് എന്നുള്ള ഒരു വിശ്വാസമാണ് എത്ര കാലങ്ങളായിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അത് വിശ്വാസം മാത്രമല്ല മറ്റു പലതും. അപ്പൊ നമ്മുടെ ദേവസ്വം ബോർഡ് പറഞ്ഞു അതൊരു തെറ്റിദ്ധാരണയാണ്, ഒരു മിത്താണ്. ശങ്കരാചാര്യര് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ടുമില്ല, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. കോടതി ചോദിച്ചു, നിങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ടല്ലോ അതൊന്നും തുറക്കാൻ പറ്റും. കേരള ഗവൺമെന്റിന്റെ ഇതിനു വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിന്റെ വക്കീലാണ്, ഇന്നലെ അത് വായിക്കാൻ പറ്റും. എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്? ഏകാദശിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഉദയാസ്തമന പൂജയെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? അത് എഴുതിയിരിക്കുന്നത് ശങ്കരാചാര്യർ വന്നു, ശങ്കരാചാര്യർ നിർദ്ദേശിച്ചു, അത് പ്രകാരം എത്രയോ കാലങ്ങളായിട്ട് നടക്കുന്നു. അപ്പൊ നിങ്ങളുടെ വെബ്സൈറ്റിൽ പിന്നെ ഇതാരെ എഴുതി വെച്ചിട്ടുണ്ട്? അപ്പൊ നിങ്ങൾ തന്നെ പറയുന്നു ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല, ശങ്കരാചാര്യർ വന്നിട്ടില്ല, ശങ്കരാചാര്യർ പറഞ്ഞ അടിസ്ഥാനത്തിലല്ല. ശങ്കരാചാര്യർ നാളെ ഇത് എന്നോട് പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞു, നാളെ ആൾക്കാർ പറയും ശങ്കരാചാര്യരുടെ ഒരു മിത്തായിരുന്നു. കാരണം ഗണപതി മിത്താണെന്ന് പറയുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഗണപതി മിത്താണെന്ന് പറയുന്ന നമ്മുടെ വലിയ ആൾക്കാരാണ്. നിയമസഭയുടെ സ്പീക്കറാണ് പറയുന്നത് ഗണപതി എന്ന് പറയുന്നത് മിത്താണ്. നാളെ പറയും ശങ്കരാചാര്യ ഒരു മിത്താണ്. ശങ്കരാചാര്യർ എന്ന് പറയുന്ന ഒരാൾ കനഡയിൽ ജനിച്ചു എന്ന് പറയുന്നത് ഒരു കഥയാണ്. അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു എന്ന് പറയുന്നത് കഥയാണ്. അദ്ദേഹം ഇത്രയും മഠങ്ങൾ സ്ഥാപിച്ചു എന്ന് പറയുന്നത് കഥയാണ്. അതുകൊണ്ട് ശങ്കരാചാര്യർ ഗുരുവായൂരിൽ വന്നു എന്ന് പറയുന്നത് കഥയാണ്. അങ്ങനെയുള്ള ഒരു കാലം ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ ശാസ്ത്രീയമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നമ്മൾ പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ വിശദമായിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുത്താൽ എല്ലാവർക്കും അത് അത്രയും മനസ്സിലാക്കില്ല. കാരണം ശാസ്ത്രം മനസ്സിലാക്കാൻ ചില ആളുകൾക്ക് സാധിക്കില്ല. ശാസ്ത്രത്തിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരണം നമുക്കെല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിവുള്ളവരല്ല. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള പരിമിതികൾ. അപ്പൊ നമുക്ക് എളുപ്പം പറഞ്ഞു തരുന്നത് ഇത് ഇങ്ങനെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ പാരമ്പര്യത്തിലും ഒക്കെ നടന്നിട്ടുള്ള കാര്യം. അപ്പൊ അങ്ങനെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പൂർവികർ അവലംബിച്ചിട്ടുള്ള ഒരു മാർഗമായിരുന്നു ഈ നാട്ടറിവുകളും അതോടൊപ്പം നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ചികിത്സാ സംവിധാനം. ആ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ, വൈദ്യശാസ്ത്രവും ആ ചികിത്സാ സംവിധാനങ്ങളും ആധുനിക കാലഘട്ടത്തിലെ ചികിത്സയും ഒക്കെ സംയോജിപ്പിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം. നമ്മൾ കോവിഡിന്റെ കാലഘട്ടം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 2020 മാർച്ച് 20-ാം തീയതിയാണ് കോവിഡിന്റെ ഫലമായിട്ട് നമ്മൾ രാജ്യം മുഴുവൻ ഒരു ഷട്ട്ഡൗൺ, ലോക്ക്ഡൗൺ, ആ ലോക്ക്ഡൗൺ നടപ്പിലാക്കിയത് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രി പറഞ്ഞു നമ്മൾ ഇന്ന് മുതൽ രാത്രി മുതൽ നമ്മളെല്ലാവരും ക്ലോസ് ചെയ്യും. അങ്ങനെയുള്ള ഒരു തീരുമാനം പ്രധാനമന്ത്രി അന്ന് സൂചിപ്പിച്ചു. അന്ന് നമുക്ക് അത് തീരുമാനിക്കാനുള്ള ഒരു കാരണം ഉണ്ടായിരുന്നു. കാരണം ഈ കോവിഡ്, ഏത് വൈറസാണ് കോവിഡ് രോഗത്തിന് കാരണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ അന്ന് നമ്മുടെ വൈദ്യശാസ്ത്രജ്ഞന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് പകരുന്നത് എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ അറിയില്ല. അതെങ്ങനെ പ്രതിരോധിക്കണം അതറിയില്ല. ആ കാലത്ത് ഇന്ത്യയിൽ ഒരു PPE കിറ്റ് പോലും ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഇന്ത്യയിൽ PPE കിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല. കാരണം അതിന് തൊട്ട് മുമ്പാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, കോവിഡിന് 1-2 വർഷങ്ങൾക്ക് മുമ്പാണ് നിപ്പ ബാധിച്ചത്. കേരളത്തിലെ മനസ്സിലാവും. നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന രോഗിയെ പരിചരിച്ച നഴ്സ് മരണപ്പെട്ടു. എന്തുകൊണ്ടാണ് നഴ്സ് മരണപ്പെട്ടത്? ആ രോഗിയിൽ നിന്ന് നഴ്സിന്
ഇത് പകരാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രതിരോധ സംവിധാനമായിട്ടുള്ള PPE കിറ്റ് അന്നുണ്ടായിരുന്നുവെങ്കിൽ നേഴ്സ് മരിക്കില്ലേ? അസുഖം ബാധിച്ച ആളെ ചികിത്സിക്കാൻ പോകുന്ന ഡോക്ടറും അത് പരിചരിക്കുന്ന നേഴ്സിനും അവർക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള ഒരു കവചം, ആ കവചം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിരുന്നില്ല. അന്ന് നമ്മൾ ഒരുപക്ഷെ ഇതിന് ഇങ്ങനെയൊരു സംവിധാനം പരിഹാരമുണ്ട് എന്ന് നമ്മളും അധികം ആലോചിച്ചില്ല. അതുകൊണ്ട് നേഴ്സ് പോയി ചികിത്സയിൽ ഇരുന്ന ആളുമായിട്ട് ഇടപഴകി ആ നേഴ്സിന് ജീവൻ നഷ്ടപ്പെട്ടു. കോവിഡ് വന്നപ്പോൾ ഇത് സംഭവിക്കാതിരിക്കാനാണ് പ്രധാനമന്ത്രി പറഞ്ഞു നമ്മളെല്ലാവരും വീട്ടിൽ, നമ്മളാരും പരസ്പരം കാണരുത്, പരസ്പരം സംസാരിക്കരുത്, പരസ്പരം ഇടപെടരുത്, അകലം പാലിക്കണം, കൈ കഴുകണം, ഇതൊക്കെ പറയാൻ തുടങ്ങി. ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ മാസ്ക് വയ്ക്കുകയും പിന്നീട് വാക്സിൻ ഡെവലപ്പ് ചെയ്യുകയും വാക്സിൻ വികസിപ്പിച്ചെടുക്കാൻ സമയമെടുക്കും, ഏതാണ്ട് 1 വർഷത്തോളം. PPE കിറ്റുകൾ അതിനിടയിൽ നമ്മൾ ഉത്പാദിപ്പിക്കാൻ തുടങ്ങി. ലോകത്തിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്തു. പിന്നീട് PPE കിറ്റ് നമ്മൾ സ്വയം ഉത്പാദിപ്പിക്കാൻ തുടങ്ങി. അതിനുശേഷം നമ്മൾ കയറ്റുമതി ചെയ്യുന്നു. പക്ഷെ ഇതൊക്കെ വരുന്നതിനിടയിലുള്ള ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ പ്രതിരോധം എന്നുള്ള നിലയിൽ നമ്മുടെ രാജ്യം മുഴുവൻ ആളുകൾ അവലംബിച്ചത് നാട്ടുവൈദ്യം. ഓരോ പ്രദേശത്തെയും ജനങ്ങൾ പലതരത്തിലുള്ള ചില ആൾക്കാർ പറഞ്ഞു കുരുമുളക് കാപ്പി കുടിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു, ചില ആൾക്കാർ പറഞ്ഞു ചുക്ക് കാപ്പി കുടിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. ഇങ്ങനെ പലതരത്തിലുള്ള നാട്ടറിവുകൾ അതത് പ്രദേശങ്ങളിൽ കിട്ടിയിട്ടുള്ള നമ്മുടെ പച്ചിലകളും പച്ചമരുന്നുകളും ഒക്കെ ഉപയോഗിച്ചിട്ട് അത് കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള നിരവധി നാട്ടറിവുകൾ, ഈ നാട്ടറിവുകളുടെ ഒരു വലിയൊരു ഭണ്ഡാരം, വലിയൊരു സാഗരം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും. ഞാൻ ഇന്നലെ ഒരു വീട്ടിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞു, എന്താ ഇവിടെ അവിടെ തലശ്ശേരി ഭാഗത്ത് വടക്കൻ കേരളത്തിൽ കൊത്ത വര എന്ന് പറയുന്ന ഒരു സാധനം, ബീൻസ് പോലത്തെ കുറച്ച് വീതി കൂടിയ സാധനം, അതും പിന്നെ വെറ്റിലി, പിന്നെ നമ്മുടെ ചെറുനാരങ്ങ, ഇതെല്ലാം കൂടി ചേർത്ത് മിക്സിയിൽ അടിച്ച് പേസ്റ്റ് ആക്കി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിന് സഹായിക്കും. നമ്മളാരും ഇതൊന്നും പരിശോധിച്ച് നോക്കിയിട്ടില്ല. ഒരു വീട്ടിൽ ചെന്നപ്പോ അവര് ഒരു ഭക്ഷണത്തിൽ ഈ സാധനം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ